ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 2 ദിവസം മുന്നേ എനിക്ക് തെമ്മൂന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എനിക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് തെമ്മൂല് ഫ്രീ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഷെയർ ചെയ്തിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമോ, അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫൈനലി എനിക്ക് ആ ഗിഫ്റ്റ് റിസീവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് റിസീവ്ഡ് ചെയ്യാൻ പറ്റുക ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ തെമ്മുവിൻ്റെ ഇപ്പോൾ ഒരാൾ നമുക്ക് ഒരു ലിങ്ക് അയച്ചു വിചാരിക്കുക. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ എന്തൊക്കെ അയച്ചാലും ഓപ്പൺ ആക്കില്ല എന്ന് നമുക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ഫ്രണ്ട്സിന് വേണം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഷെയർ ചെയ്യുക, ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോയിന്റ് റെഡിയുമായി പോയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മൾ ഓപ്പൺ ആക്കിയ മാത്രമാണ്, അതായത് ജസ്റ്റ് ഓപ്പൺ ആക്കി അക്സെപ്റ്റ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് റെഡീം ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലെത്തും. ആ സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് അയച്ചാലും ഓപ്പൺ ആക്കിയിട്ട് എല്ലാത്തിനും യെസ് എന്ന് പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ഇതൊന്നും ഓപ്പൺ ആക്ക് എന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് നമുക്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഓപ്പൺ ആക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഇപ്പോൾ ബഹ്റൈനിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഈ തെമ്മുവിൻ്റെ ആപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, എൻ്റെ ലാസ്റ്റ് ടൈമിൽ ആരാണോ ന്യൂ യൂസറായിട്ട് ഓപ്പൺ ആക്കിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ പേർക്ക് ലാസ്റ്റത്തെ സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓപ്പൺ ആക്കി തരും എന്നുള്ള ഒരു ഇതുള്ളത്. പക്ഷെ അതിൽ ആരാണ് തെമ്മുവിൻ്റെ ആപ്പ് ഇല്ലാത്തതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഓൾറെഡി അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ സമയത്ത് മാത്രമേ നമ്മൾ എന്താക്കുക, ന്യൂ യൂസറിനെ കൊണ്ട് ഓപ്പൺ ആക്കിപ്പിക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ ഷെയർ ചെയ്യണത് ജസ്റ്റ് ഷെയർ ചെയ്യുക, ബാക്ക് വരിക, ഷെയർ ചെയ്യുക, ബാക്ക് വരിക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പോയിൻ്റൊക്കെ റെഡിയുമായി പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി അക്സെപ്റ്റ് ആക്കും. അതായത് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കും എന്നുള്ളത് നമ്മുടെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരെ കൊണ്ട് ഓപ്പൺ ആക്കി അക്സെപ്റ്റ് ആക്കുക. അപ്പോൾ കുറച്ചും കൂടെ പോയിന്റ് കുറഞ്ഞു വരും. അത് കഴിഞ്ഞ് ലാസ്റ്റ് മാത്രം ന്യൂ യൂസറിനെ കൊണ്ട് നമ്മൾ എന്താക്കുക, നമ്മുടെ ലിങ്ക് വഴിയിട്ട് ഓപ്പൺ ആക്കി സംഭവം നമ്മൾ സെറ്റാക്കി എടുക്കുക. അതാണ് കേട്ടോ ഞാൻ ഇത്തവണ ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. എനിക്കൊരു 5 ഗിഫ്റ്റാണ് റിസീവ് ആയിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ. അതിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും എന്താ പറയുക, ഇത് എന്താണ്, ഫേക്കാണോ സത്യമാണോ ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത് കിട്ടണത്. അപ്പോൾ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും എല്ലാം ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ടാൻ ടോപ്പാണ്. അതിൻ്റെ 4 കളർ കിട്ടിയിട്ടുണ്ട്, ബ്ലാക്കും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അങ്ങനെ 4 ടാൻ ടോപ്പിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം വരുന്നത്. സെക്കൻഡ് ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, സെക്കൻഡ് ഐറ്റം വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതൊരു ടോപ്പ്, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതാണ് സെക്കൻഡ് ഐറ്റം. ഇനി തേർഡ് ഐറ്റം ഞാൻ കാണിക്കാം. എനിക്ക് പ്രത്യേകിച്ച് ഡെനിം ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ആക്കിയതിൽ ജീൻസ്, ഡെനിം അങ്ങനത്തെ ഐറ്റംസൊക്കെ എന്തായാലും ഉണ്ടാവും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ജാക്കറ്റാണ്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് വരും വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് തേർഡ് ഐറ്റം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഫോർത്ത്, എനിക്ക് ടോട്ടലി 5 ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് കിട്ടിയിരിക്കുന്നത് ഡ്രസ്സ് തന്നെയാണ്. ഞാൻ മൊത്തം എനിക്ക് കിട്ടിയില്ല വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്.
പക്ഷേ കിട്ടിപ്പോയി. സോ ഇത് ഒരു ടോപ്പാണ്, ലെങ്തി ടോപ്പാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് 4th 5th ആണ് മോനെ, സൂപ്പർ. ഞാൻ പല വീഡിയോസിൽ പലരും ചേർത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കിത് കിട്ടിയ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ മുടി ഇല്ലാണ്ടായിപ്പോയി ഗൈസ്. എന്താ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കാണിക്കാം. കണ്ടോ, നമ്മളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യണത് ഒരു 5 ഓപ്ഷനുള്ള ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഐറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് 5 ഐറ്റംസ് കിട്ടിയത് 5 നല്ല ക്വാളിറ്റി ആയിട്ടാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും തെമുന്ന് ഇതുപോലെ ഐറ്റം ഫ്രീ ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ആക്കുന്നുണ്ട്. അത് കയറുക, അക്സെപ്റ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ടാക്കുക. ഓക്കെ, ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.